നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിൻ്റെ ജന്മവാർഷിക ദിനമാണ്. ആ മഹാത്മാവിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേടുന്നതൊപ്പം തന്നെ അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഞങ്ങളെയും ഒരു കാര്യത്തിൽ ലോകത്ത് എല്ലാവർക്കും ഭയമുണ്ടായത്, കാരണം അമേരിക്കൻ പ്രസിഡൻ്റ് കയ്യിലെ ആ ഒരു സൂട്ട് കേസ് അത് എപ്പോൾ വേണമെങ്കിലും ബോംബിൻ്റെ വർഷിക്കാനുള്ള ഓർഡറാണ് എന്ന് ഞാൻ വരെ ഭയപ്പെട്ടിരുന്നു. കാരണം ഇതുപോലത്തെ മന്ദബുദ്ധി മണ്ടന്മാരെ കൊടുത്താൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നാലും ലോകം പോവില്ലേ. പക്ഷെ ഇന്നിപ്പോൾ ഒരു വാർത്ത, അതിൽ കോഡുണ്ട്. കോഡ് പട്ടാള മേധാവി പറഞ്ഞാൽ മാത്രമേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. 2-3 പ്രാവശ്യം ട്രംപ് ഈ അടുത്ത കാലത്ത് അണുബോംബ് ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷേ പട്ടാള മേലധികാരി അതിന് കോഡ് പറയാത്തതിൻ്റെ പേരിലാണ് ചെയ്യാതിരുന്നത് പട്ടാള മേധാവിയുടെ അറിയിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു സമാധാനിക്കാം. അങ്ങനെ ഒരു ഭ്രാന്തം വിചാരിച്ചാലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു പ്രത്യേക കാര്യം പറയുന്നത്, ഇപ്പം ഈ മറ്റേ ഇറാനെ അമേരിക്കയുടെ ആ F-35 വിമാനത്തിൽ പോലും തകർക്കാൻ കപ്പാസിറ്റി ഉള്ളതും ഇറാൻ്റെ വ്യോമാതിർത്തിയെ ലംഘിക്കാൻ അമേരിക്കൻ വിമാനങ്ങൾ സാധിക്കില്ല എന്നൊക്കെ റിട്ടയർഡ് ചെയ്ത അമേരിക്കൻ സീനിയർ പട്ടാള മേധാവി പറയുമ്പോഴേ എന്താണ് ഇറാനിൽ കാണുന്നത്? ട്രംപ് പറഞ്ഞ പോലെ എന്തോ ഒരു അമാനുഷിക വിഷയം കാണുന്നുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. ഇപ്പം നമുക്കൊക്കെ സംശയം, ഈ കൊച്ചു രാജ്യം 47 വർഷം അനുവാദം അവർ കിട്ടി പ്രവർത്തിക്കാൻ, കാരണം നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഒരു സാധാരണ കവിഞ്ഞ് എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഏതായാലും അത് നല്ലതിനാണ് എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ, പ്രതീക്ഷിക്കാം. ലോകാര്യം ഞാൻ ആ കാര്യത്തിൽ വിട്ടുകഴിഞ്ഞു. വീട് കേരളത്തിലേക്ക് തന്നെ വരാണ്. 2-3 പ്രധാന സംഭവങ്ങൾ. ഒന്ന്, 10 വർഷം മുമ്പ് നടന്ന വെടിക്കെട്ട് ആക്കണം, അതിൻ്റെ ഒരു തീരുമാനം 10 വർഷം കഴിഞ്ഞിട്ട് ഒരു തീരുമാനമായിട്ടില്ല. അതിന് പുറമെയാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് നടത്തിയ വെടിക്കെട്ട് നിർമ്മാണശാല തീപിടുത്തത്തെ. ചൂട് ഭയങ്കരമാണ്. തന്നെയുമല്ല യാതൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഏതോ ചില കുബുദ്ധികൾ വരുന്നത് ഗന്ധകം അതിന് മുമ്പ് ഏതോ പത്രപ്രവർത്തനം ചെന്നിരുന്നു. അവർ തിരിച്ചു വരുമ്പോൾ അത് വിതറിപ്പോകുന്നത് സൾഫർ അത് മലയാളത്തിൽ ഗന്ധമാണ്. സൾഫർ തന്നെ പിടിക്കാൻ സാധ്യതയുള്ളതാണല്ലോ, അതാണല്ലോ ഇത്. അപ്പോൾ എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ കാണുന്നു, ഇതെല്ലാം സങ്കുചിതമായ രീതിയിൽ ജാതി വൈരം ഉണ്ടാക്കി രാജ്യത്തെ നശിപ്പിക്കാനല്ലാതെ ഇതൊന്നും നന്നാകാനല്ല. ഇപ്പം ലേറ്റസ്റ്റ് പറയുന്നത്, ഗുരുവായൂർ പിണറായി വിജയൻ്റെ മകൻ സന്ദർശിച്ചു. പിണറായി വിജയൻ വേറെ, വിജയൻ്റെ മകൻ വേറെ, രണ്ട് വ്യക്തികൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, നിയമമുണ്ട്. പക്ഷേ പിണറായിയുടെ മകനായതുകൊണ്ട് മകന് ഗുരുവായൂർ അമ്പലം സന്ദർശിക്കാൻ പാടുന്ന ഒരു നിയമമില്ല. പക്ഷേ അവിടെ ഒരു അപകടം എന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ സന്ദർശിക്കാൻ പോകുമ്പോൾ അത് അമിതമായ പ്രചരണം കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രചരണപ്പെടോ അല്ലാതെ ഒളിച്ചു പോവുകയോ ചെയ്യുമ്പോൾ സംശയം വരുന്നു. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്കറിയാം, KV തോമസ് മാഷ് വിദേശ യാത്ര നടത്തി. അപ്പോൾ ആരോ ചില പുതിയ പറഞ്ഞു, KV തോമസ് മാഷ് കുടുംബസമേത വിദേശ യാത്ര നടത്തി പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് തോമസ് മാഷ് പറഞ്ഞു, ഇല്ല ഞാനും ഭാര്യയും മാത്രമേ ഉള്ളത്. കാരണം ഭാര്യയും കൂടി ഉണ്ടായത് സർക്കാർ ചെലവിൽ പോകാനായിട്ട് അറിയിപ്പിക്കുകയാണ് ഈ പാഠം എടുത്തത്. അത് മകൻ വെറുതെ വന്നു പോയാൽ അത് വാർത്തയാവില്ല. അപ്പോൾ ജനൻ ടിവിയുടെ റിപ്പോർട്ടർക്ക് എങ്ങനെ കിട്ടി ഈ സമയത്ത് വരുന്നുള്ളത് വളരെ രഹസ്യമായിട്ട് വെച്ച കാര്യമല്ലേ. അതിനർത്ഥം അതും ഒരു പ്രചരണമാക്കിയെടുത്തുള്ളതാണ്. മറിച്ച് ജനൻ ടിവിയുടെ റിപ്പോർട്ടർ വന്ന് എടുക്കുകയും അത് തടസ്സം ചെയ്യുന്നില്ലെങ്കിൽ വാർത്ത ആരും അറിയാതെ പോയനെ. അതറിയാം, ഞാൻ ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയെ തൊട്ട്, അത് മധ്യസ്ഥ വന്നപ്പോൾ 8 പേരടിക്കും മധ്യസ്ഥക്കാർ വന്നു. അവരെല്ലാവരും ഓരോരുത്തരും വന്നല്ലോ ഈ സ്ത്രീയെ തൊട്ടുകൊണ്ട് എങ്ങനെയാണ് ചോദിച്ചു. അപ്പോൾ ഒരു തൊടൽ വരെ 8 തൊഴിൽ കൊള്ളു. ആരും അറിയാതെ പോകുമായിരുന്ന ഒരു വാർത്തയെ ലോകത്തിന് മുൻപ് എത്തിച്ചതിൽ അതിൻ്റെ കുബുദ്ധിയിൽ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം,
നമ്മളൊന്നും ബുദ്ധിജീവികളല്ല, സാധാരണക്കാരാണ്. പിണറായി വിജയൻ്റെ മകൻ ഏതായാലും കോൺഗ്രസിലേക്ക് പോകില്ല, കമ്മ്യൂണിസ്റ്റ് വരാൻ പരിപാടി ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകില്ല. പിന്നെ എന്താണ് എൻ്റെ പശു പാലുമൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല എന്തിനാണ്, പക്ഷെ കാള പാലുമൊക്കെ അറിയാൻ പറ്റും. അതിനർത്ഥം വിദഗ്ധന്മാർ പറയുന്നത്, മനഃശാസ്ത്ര വിദ്യാർത്ഥികൾ പറയുന്നത്, പിണറായിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോകാണ്, ബി ജെ പിയുടെ ഒരുപക്ഷെ ദേശീയ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ നേതൃത്വം വരുമെന്നും തന്നിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ കുബുദ്ധികൾ, ഞാൻ അവർ പറയാം, അല്ലാതെ ഞാൻ പറയാൻ പറ്റില്ല, കുബുദ്ധികൾ പറയുന്നത് ഇനി കേരളത്തിൽ പിണറായിയുടെ ഗ്രൂപ്പ് ബി ജെ പിയിൽ ചേരും, മറ്റൊരു ഗ്രൂപ്പുണ്ട് അത് കോൺഗ്രസിൽ സഖ്യമായിട്ട് വരികയും ചെയ്യും. അങ്ങനെ രണ്ട് മുന്നണിയായിട്ട് അവസാനിക്കാൻ പോകാണെന്നാണ് ലേറ്റസ്റ്റ് ബുദ്ധിജീവികളുടെ ധാരണയും വിലയിരുത്തലും. നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, പിണറായി ഗ്രൂപ്പ് ഈ മകനെ വെച്ചുകൊണ്ട് അവർ ബി ജെ പിയിലേക്ക് പോവുകയും, പിണറായി എതിർ ഗ്രൂപ്പുണ്ട്, ശക്തമായ എതിർ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പ് കോൺഗ്രസ് ആയിട്ട് ധാരണ എത്തുകയും ചെയ്ത് അങ്ങനെ രണ്ട് മുന്നണിയായിട്ട് അവസാനിക്കുവാണ്. എന്ന് പറഞ്ഞാൽ LDF എന്നൊന്നും ഉണ്ടാവില്ല. ഒരു വശത്ത് UDF മറുവശത്ത് NDA BJP മുന്നണിയും. ഒന്ന് ആലോചിച്ച് നോക്കി. കോൺഗ്രസ് മുക്ത ഭാരതമാണ് ഉദ്ദേശിച്ചെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതമായി നടപ്പിൽ. പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചു നോക്കണം അതിൻ്റെ മനഃശാസ്ത്ര വശം, ഫിലോസഫിക്കൽ വശം, ശാസ്ത്രീയ വശം. അല്ലെങ്കിൽ ഈ റിസൾട്ട് അറിയാൻ ഏതാനും ദിവസം മുൻപ് എന്നാണ് രഹസ്യമായിട്ട് പോയി എന്ന് പറയും, പിന്നെ പരസ്യമാക്കുകയും അതൊക്കെ ചെയ്യുന്ന കാര്യം. ആ പയ്യന് അമ്പലത്തിൽ പോകുന്നെങ്കിൽ എത്ര ദിവസം ഉണ്ടായി, അല്ലെങ്കിൽ ആ റിസൾട്ട് കഴിഞ്ഞിട്ട് കാണാൻ പാടില്ലേ? ആ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ചയാണ്. ഇനിയിപ്പോൾ കൃത്യം ഒരാഴ്ച 10 ദിവസം ഉണ്ട്. 4-ാം തീയതിയാണ്, ഇന്നിപ്പോൾ 24-3 27 7 4 10 ദിവസമുണ്ട്. 11-ാം ദിവസം റിസൾട്ട് അറിയാണ്. ഇപ്പോൾ ഇത് 2 ദിവസം മുമ്പാണ് പരിപാടി. അപ്പോൾ 12 ദിവസങ്ങളിൽ പോയത് അതൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ മനഃശാസ്ത്ര വിദ്യാർത്ഥി ഗ്രൂപ്പ് പറയുന്നത് അതിനർത്ഥം ഒരു പക്ഷേ പിണറായിയുടെ ഗ്രൂപ്പ് മുഴുവനും ബി ജെ പിയിലേക്ക് ഈ മകൻ്റെ സാന്നിധ്യം ചേരുകയും, പിണറായി രാഷ്ട്രീയം വിട്ടുപോകാണ്, ഇനി നിൽക്കുന്നില്ല. ബാക്കിയുള്ള ഗ്രൂപ്പ് നേരെ UDFിലേക്ക് ഘടകകക്ഷിയായിട്ട് വരികയും ചെയ്യും. കാരണം പിണറായി ഗ്രൂപ്പിന് ബി ജെ പിയിൽ പോകാതെ പിന്നെ ഒരു ഗ്രൂപ്പ് എന്തുകൊണ്ട് കോൺഗ്രസിൽ പോയാൽ, ഏതായാലും ബി ജെ പിക്കൾ ഭ്രഷ്ടല്ലല്ലോ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ട് മുന്നണിയായിട്ട് കേരളത്തിൽ അവശേഷിക്കും. ഒന്ന് കോൺഗ്രസ് നയിക്കുന്ന UDFും മറ്റൊന്ന് BJP നയിക്കുന്ന NDAയും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന LDF എന്നുള്ളത് അപ്രസക്തമായി എന്നാണ്. നിങ്ങൾക്ക് എങ്ങനെയോട് വ്യാഖ്യാനിക്കാതെ പറഞ്ഞോളൂ. കാര്യത്തിൻ്റെ കിടപ്പേ എത്ര ഇതാണ്. എന്ത് പറ്റി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒക്കെ എന്ത് പറ്റി? ഈ പിണറായി സഖാവിന് ഇതിന് മാത്രം ഏകാംഗമായിട്ട് സർവ്വധിയായിട്ട് അധികാരം ആര് കൊടുത്തു? ഒറ്റ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലോ ഇന്ത്യയിലും ഉണ്ടായില്ലോ. ഇപ്പം ബേബി ഒന്നുമല്ല സെക്രട്ടറിയായിട്ട്, ദേശീയ സെക്രട്ടറിയായിട്ട് ഒന്നുമല്ലോ. ആ ബേബിക്ക് പോലും പിണറായി നിയന്ത്രിക്കാനോ പിണറായിയോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചോ? ഇല്ല, അവരെല്ലാം ഓച്ചാഞ്ചും ഭയന്ന് നിൽക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല സഖാവ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങേയറ്റം ബഹുമാനിച്ചും ആദരിച്ച് നടന്ന ഒരാളാണ് സഖാവ് പിണറായി വിജയൻ. പക്ഷേ ഇപ്പോഴത്തെ കുറേ വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വളരെ മോശമായ, ഒരു 10-12 ഭരണം കിട്ടിയ ശേഷം വളരെ മോശം അവസ്ഥയിലെത്തി. ചെലവ് വന്ന് അമേരിക്കയും ഇസ്രായേൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഈ അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ വെച്ച് തീർക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കുബുദ്ധികളായിരിക്കാം. ഏതായാലും സംതിങ് റോങ്, സംതിങ് ഡിഫറൻറ്റ്, അത് സത്യമാണ്. പിന്നെ ഇത്രയും ചൂടുള്ള സമയത്ത് ഈ അമ്പലങ്ങളിലും മറ്റ് ഉത്സവം നടക്കുമ്പോൾ ആന അമ്പാരിയും വെടിക്കെട്ടൊക്കെ ഇത്രയും ലാർജ് സ്കെയിൽ വേണോ എന്ന് ആ മതത്തിലെ, ഹിന്ദു മതത്തിലെ ബുദ്ധിജീവികൾ ചിന്തിച്ച് അണികളെ ബോധ്യപ്പെടുത്തണം. അത് ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം. അമ്പലങ്ങളിൽ ഇഷ്ടം പോലെ സ്വർണ്ണരിപ്പുണ്ട്. ആ സ്വർണം ഉപയോഗിച്ച് ആ സമുദായത്തിലെ ആൾക്കാർക്കെങ്കിലും പാവപ്പെട്ട സ്ത്രീകളെ കല്യാണം കഴിക്കാൻ സഹായിക്കാത്തതുകൊണ്ടാണ് 10-40 വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ പൂജാരിമാർ മക്കൾ പോലും അവിടെ വീട്ടിൽ കഴിയുന്നു, വിവാഹിതയല്ലാതെ കഴിയുന്നു.
അങ്ങനെയാണ് ചില ആഭരണങ്ങളൊക്കെ കട്ടെടുത്തുകൊണ്ട് ഈ നടത്തിയതൊക്കെ ചരിത്രങ്ങളൊക്കെ അറിയാം. ഇത് പറഞ്ഞപ്പോൾ ഫാദർ തേലക്കാട്ട് പറഞ്ഞപ്പോഴല്ലോ അപ്പോഴും സംഘപരിവാർ കൊണ്ട് എന്താണ് ഞങ്ങളുടെ സ്വത്ത് അങ്ങനെയാണ് വിദേശമാണോന്നല്ലെന്നാ. എന്താണ് തേലക്കാട്ട് പറഞ്ഞത്? ഞങ്ങൾ പണ്ട് പറഞ്ഞ കാര്യമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞ പിന്നെ ഭാരതം 2022 എന്ന പുസ്തകത്തിൽ 101 കാര്യങ്ങൾ പറഞ്ഞു. അത് ഒരു കാര്യം ഇതാണ്, അമ്പലങ്ങളിലും ആരാധനകളിലും ഇരിക്കുന്ന സ്വത്തുക്കൾ, സ്വർണ്ണ സ്വത്തുക്കൾ അതാത് സമുദായത്തെ പാവപ്പെട്ട് കൊടുക്കാമെന്നാണ്. അല്ല മറ്റെല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ തേലക്കാട്ട് പറഞ്ഞോളൂ. അപ്പോൾ അതിനർത്ഥം അങ്ങനെയൊക്കെ സ്വത്തുക്കൾ എടുത്ത് ഈ പാവപ്പെട്ട സമുദായത്തെ പാവപ്പെട്ട സ്ത്രീകളെയും ഒക്കെ വിവാഹം കഴിക്കാൻ കൊടുത്താൽ എന്തുമാത്രം ഗുണമാണത്. മറ്റൊന്ന്, ഒരു കാലത്തിലേക്ക് ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ അതുപോലെ അമ്പലത്തിൽ നടക്കുന്ന വെടിക്കെട്ട്, ആന എഴുന്നള്ളത്ത്, ആ ഉത്സവത്തിന് ആ പകിട്ടിന് വേണ്ടി എത്ര ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത് പോലത്. ആ ലക്ഷം രൂപ ഉപയോഗിച്ച് വീട് വെച്ചു കൊടുത്തെങ്കിൽ ഇതിൻ്റെ പേര് 100 വർഷം വിചാരിക്കുക. 100 വർഷം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ പണം കൊണ്ട് മാത്രം തൃശ്ശൂർ ജില്ലയിലെങ്കിൽ ഒരൊറ്റ ഹിന്ദു പോലും വീട്ടിനകത്തുണ്ടാവില്ല. തൃശ്ശൂർ ജില്ല മാത്രമല്ല, കേരളം തന്നെ മൊത്തം 100 കൊല്ലം കൊണ്ട് എത്ര കോടി രൂപ ഉണ്ട്. അത്ര രൂപ ഉണ്ടെങ്കിൽ കേരളത്തിൽ പോലും ഒരൊറ്റ ഹിന്ദു കുടുംബമെങ്കിലും, മറ്റു ജാതികളുടെ കുടുംബമാണ്, ഹിന്ദു കുടുംബം വീട്ടിലായിരിക്കില്ല. അതുണ്ടോ? എത്ര പേര് വീട്ടിലായിരിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. എന്താണ് പുരോഗമന ചിന്താഗതിക്കാരായ ഹിന്ദു സമുദായത്തിലെ ചിന്തകന്മാർ ദീർഘവിഷയമുള്ള പ്രവർത്തകർ, നിങ്ങൾ എന്താണ് ഇതൊക്കെ ചിന്തിക്കാത്തത്? വെറും സംഘപരിവാർ പറയുന്ന പോലെ സംഘപരിവാറിൻ്റെ വർഗീയത മാത്രം മാറ്റാതെ അതങ്ങോട്ട് മാറ്റിവെച്ച് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഇടപെടുന്നേ. നിങ്ങളുടെ സമുദായത്തിൽ മാത്രം മതി, 5 സമുദായങ്ങൾ കൊടുക്കണ്ട. അത് ചെയ്തുകൂടെ നിങ്ങൾ? അതിന് കുഴപ്പം. എത്ര കോടി രൂപ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കണക്കിന് ഒരു കണക്കില്ല. തിരുപ്പതി ക്ഷേത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത്. തിരുപ്പതി ക്ഷേത്രവും പിന്നെ ഒറീസയിലൊരു ക്ഷേത്രമുണ്ട്, പുരി ക്ഷേത്രം. അതിനേക്കാൾ കൂടുതൽ വില ഉണ്ടാവുന്നതാണ് സാധനം അവിടെ ഉണ്ടെങ്കിൽ. സാധനം ഉണ്ടോ അറിയില്ല, കടൽ മാർക്ക് വന്ന് ആരൊക്കെ കൊണ്ടുപോയതൊക്കെ ചില റൂമറൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ എടുത്തിട്ട് പാവപ്പെട്ട സമുദായത്തിലെ പെൺകുട്ടികൾക്കും വീടില്ലാത്തവർക്കും ജോലിയില്ലാത്തവർക്കും ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നേ. വെറുതെ ദൈവത്തെ എന്തിനാ സ്വത്ത്? അതായത് പറഞ്ഞു പോയി അവരെ കുറ്റപ്പെട്ടത് നിങ്ങൾ പറഞ്ഞതിൻ്റെ ആര് പറഞ്ഞു നോക്കാതെ എന്ത് പറഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ദൈവം അങ്ങനെ ചെയ്യും. ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാണ്. മറ്റൊന്ന്, ഇപ്പം KPMS അറിയാമല്ലോ, ചാത്തൻ മാഷ ഇന്നലെ ജന്മവാർഷികമൊക്കെ ആയിരുന്നു, ചരമവാർഷികമൊക്കെ ആയിരുന്നു, 38ാം ചരമവാർഷികമായിട്ടായിരുന്നു KPMS സ്ഥാപനം. അപ്പോൾ അവർ ഉൾപ്പെടെയുള്ള എല്ലാ ദളിത് സംഘടനകളും ചേർന്ന് 28ാം തീയതി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച കാലത്ത്, എന്നാൽ ആ സ്ഥലത്തല്ലോ അഞ്ചരക്കണ്ടി ആ സ്ഥലത്തെ കുട്ടികളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റില്ല. അതിൽ അവർ പറയുന്ന വേറൊരു പ്രധാന പോയിന്റ് കൂടി ഉണ്ടെന്നാ പറഞ്ഞത്. അതെന്തറിയോ? 10 മന്ത്രിമാർക്ക് പിന്നെ അവർക്ക് 2 മന്ത്രിസ്ഥാനം വേണം. 21 മന്ത്രിമാരുണ്ടെങ്കിൽ 10% ജനസംഖ്യയുള്ളവർക്ക് 2 മന്ത്രിസ്ഥാനം. ഒന്നുകിൽ 2 എണ്ണം ദളിത് വിഭാഗങ്ങൾക്ക്, ദളിത് മീനിങ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിന് ചേർത്ത് 2 എണ്ണം. ഇതെല്ലാം കൊടുക്കുക. ഒരു വെള്ള ഈശ്വരൻ കോൺഗ്രസ് കർണാടക കാലത്തൊരു ആദിവാസി മന്ത്രിയുണ്ടായത്. വെള്ള ഈശ്വരൻ നല്ല സുന്ദരനായി പോകാൻ, പക്ഷേ ആദിവാസിയാണ്, ട്രൈബാണ്. അതുപോലെ കൊടുക്കാൻ അത് മെയിൻ പോയിന്റ് ആണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖല വേണമെന്നാണ് ഷായിസം പറയുന്നത്. അംബേദ്കറിസം പോലെ. അത് കണ്ട് അവരെ ഒരു നേതാവ് വിളിച്ചു തന്നെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. 28ാം തീയതിക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്, അതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല, എങ്കിൽ നോക്കാൻ തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആശയങ്ങൾ അവർ ഉൾക്കൊണ്ടല്ലോ. അവർ പോലെ പറ്റുമുണ്ടോ? 10% ഉള്ള അല്ല 9% ഈ നായർക്ക് 11 മന്ത്രി, ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ. 15% 5% ഷെഡ്യൂൾ കാസ്റ്റ് കഴിഞ്ഞാൽ ബാക്കി 10% ക്രിസ്ത്യാനികൾക്ക് 4, 5, 6 മന്ത്രി. 10% ദളിതുകൾക്കും അത് 1 മന്ത്രി. അതെന്ത് നീതിയാണ്? ഒന്ന് ചിന്തിക്കുന്നേ, അതെന്ത് നീതിയാണത്? തുല്യ നീതി വേണം. അപ്പോൾ KPMS തുടങ്ങി, ഈഴവർക്കുണ്ട്. അതേസമയത്ത് KPMSനോടും പിന്നെ ഒരു ആളോടും പറയാമെന്നറിയോ? ഇന്നിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ മുഖ്യമന്ത്രി ആക്കിയില്ല, KPC പ്രസിഡന്റ് ആക്കിയില്ല എന്നുകൊണ്ട് ഒരു ക്രിസ്ത്യൻ നാമധാരി, പേര് കൊടുക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നാമധാരി പരാതിപ്പെട്ടു. ആ ക്രിസ്ത്യൻ നാമധാരി, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം.
പിന്നെ കൊടിക്കുന്നിൽ സുരേഷകളൊക്കെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അംബേദ്കറിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദളിതിൽ മാത്രമല്ല മൊത്തം ജനങ്ങളിൽ ഏറ്റവും വലിയ മിടുക്കനാണ് KR നാരായണൻ, നമ്മുടെ രാഷ്ട്രപതിയായ നാൾ. ആ KR നാരായണൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നിട്ട് കൂടി ഒറ്റപ്പാലം റിസർവേഷൻ സീറ്റിൽ നിർത്തിയാണ് ജയിപ്പിക്കാൻ പറ്റുള്ളൂ. KPM പിന്നെ കൊടിക്കുന്നിൽ വാദിക്കുന്ന ക്രിസ്ത്യ പേര് നാമധാരി ക്രിസ്ത്യ സഹോദരൻ മനസ്സിലാക്കി പറയാണ്. അപ്പോൾ KR നാരായണന് പോലും കോൺഗ്രസ് നിന്നിട്ട് കൂടി ഒറ്റപ്പാലം റിസർവേഷൻ സീറ്റിൽ നിന്ന് ജയിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ജനറൽ സീറ്റിൽ നിന്നാൽ KR നാരായണൻ പോലും ജയിക്കില്ല. ഇസ്ര അൻസാരി, പാകിസ്ഥാൻ ഇസ്ര അൻസാരി ഇരട്ട പൗരത്വമുണ്ട്. അപ്പോൾ ഇരട്ട പൗരത്വമുള്ള ആളാണ് KR നാരായണൻ, നിസ്സാരക്കാരനല്ല. ഇന്ന് KR നാരായണനേക്കാൾ വലിയൊരാൾ ഇന്ത്യയിൽ അംബേദ്കറിന് ശേഷം ഉണ്ടായിട്ടില്ല. ആ ആൾക്ക് കിട്ടില്ല. ഇത് പറയുമ്പോൾ PK ചാത്തൻ മാസ്റ്റർ എംഎൽഎ KPMSന്റെ സ്ഥാപക നേതാവ്, അദ്ദേഹം തൃശ്ശൂർ മത്സരിച്ച് 57 സഖാക്കളുടെ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലിസ്റ്റിൽ, പക്ഷെ ജയിച്ചില്ല. കാരണം അത് കോമൺ സീറ്റായത്, പൊതു സീറ്റാണ്, റിസർവേഷൻ ഇല്ല. അപ്പോൾ റിസർവേഷൻ സീറ്റിൽ നിന്ന് മത്സരിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ 20% വരുന്ന ദളിതുകൾക്കും ഷെഡ്യൂൾ കാസ്റ്റും അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റ് കാണാൻ പറ്റും. ആ ഒരു റിസർവേഷൻ സിസ്റ്റം ഉള്ളുകൊണ്ടാണ് 117, 120 രാജ്യസഭയിൽ കൂടി 150 MPമാരുള്ളത്. അതിൽ ഒരൊറ്റ MPകളല്ല. KR നാരായണൻജിക്ക് പറ്റില്ല. പിന്നെ അതിനൊക്കെ വലിയ ആരും ഇന്ന് ജീവിച്ചിട്ടില്ല, ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ല, മരിച്ചിട്ടുമില്ല. അതാണ് പിന്നെ കൊടിക്കുന്നിൽ വാദിച്ച എൽദോ എന്നിട്ട് ഒരാളാണ് ആളുകൾ പറയാനുള്ളത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. തന്നെയുമല്ല, അപ്പോൾ ആ റിസർവേഷൻ അന്ന് അംബേദ്കർ ഉണ്ടാക്കിയ റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ദളിത് വിഭാഗത്തിൽ ഇത്രയും ആൾ അവിടെ ചെല്ലുന്നത്. മറിച്ച് അത് 20% മുസ്ലിം സമുദായത്തിൽ ആ റിസർവേഷൻ ഇല്ലാത്ത പേരിൽ എത്ര പേരുണ്ട്? ഒരു ഡെസേർട്ടുള്ളൂ. ആ സ്ഥാനത്താണ് അവർക്ക് 150 രൂപ 15 ഡസൻ, 15 രൂപ 15 ഡസൻ, 1:15 വ്യത്യാസം. ജനസംഖ്യ തുല്യമാണ്. ഒക്കെ ബുദ്ധി കിട്ടി മനസ്സിലാക്കണം മുസ്ലിം നേതാക്കളും മറ്റു നേതാക്കളും. അപ്പോൾ ഇനി കൊടിക്കുന്നിലിന് എന്താണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടോ അല്ലെങ്കിൽ KPSCയുടെ അർഹതയുണ്ടോ? മുഖ്യമന്ത്രിക്കൊന്നും റിസർവേഷൻ ഇല്ല, മന്ത്രിമാർക്ക് റിസർവേഷൻ ഇല്ല. അതാണ് അവർ സമരം ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ കിട്ടുമല്ലോ. ഇപ്പോൾ MLAമാരുടെ റിസർവേഷൻ കൊണ്ട് സമരം ചെയ്യേണ്ട അവർക്ക് ഓട്ടോമാറ്റിക് കിട്ടും. 14 MLA പറ്റാമെന്നിരിക്കും എൻ്റെ അറിവ്, കിട്ടും. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഞാൻ ഏറ്റവും സീനിയർ, ഈ പയ്യൻ പറഞ്ഞാലും കൊടിക്കുന്നിൽ ഏൽപ്പിക്കുന്നതാണല്ലോ, അല്ല അത് വേറെ ആര് പറയണം. ഞാൻ ഏറ്റവും സീനിയറാണ്, 10-30 വർഷം MLA MP ഒക്കെ ആയിട്ടിരുന്നതാണ്. അത് തന്നെ നിങ്ങൾ അയോഗ്യതയിടും. ഞങ്ങളൊരു കാര്യം പറയാം. KM മാണി സാറും KM ഉമ്മൻചാണ്ടിയൊക്കെ പറഞ്ഞതയോ, ഞങ്ങൾ 50 വർഷം നിയമസഭയിലേക്ക് മത്സരം ജയിച്ച ആളാണ്. ഞങ്ങൾ ക്രെഡിറ്റായിട്ട് ഇത് നടത്തി ഒരു പരിപാടിയൊക്കെ വെച്ച് ആശംസയൊക്കെ. ഞങ്ങൾ പറഞ്ഞു ഇന്നാണെങ്കിൽ അങ്ങനെ വയ്ക്കുന്നത് ഏതെങ്കിലും ബോർഡുണ്ടെങ്കിൽ ചാണം വെള്ളം വിളിക്കും. കാരണം ഒരുത്തന് 50 വർഷത്തോളം MLA സ്ഥാനമായിട്ട് ഒരു മണ്ഡലത്തിൽ എന്തെങ്കിൽ അത് അർത്ഥം അവൻ്റെ ഗുണമല്ല, അത് അവൻ്റെ നെറികേടാണ്. അത് ഉമ്മൻചാണ്ടി ആയാലും മറ്റേ മാണിസായാലും ഈ കുഞ്ഞാക്കായാലും ഏത് കാക്കയാണെങ്കിലും. കാരണം പറ്റുള്ള അവസ്ഥ പോകല്ലേ. 2 പ്രാവശ്യം എന്നിട്ട് മാറി നിൽക്കണം. ഇപ്പോൾ ഒരു കാര്യം നോക്ക്, 21 മന്ത്രിമാർ എടുക്കാൻ പരിപാടിയുണ്ട്. 21 മന്ത്രിമാരിൽ പുതുമുഖങ്ങളും ചെറുപ്പക്കാരും വനിതകളും വളരെ കുറച്ച്, 1, 2, 3. ബാക്കിയെല്ലാം പഴയ തോക്കുകൾക്ക്. രാധാകൃഷ്ണൻ വേണം. ഇത് രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, പിന്നെ രമേശ്, സതീശൻ, മറ്റേ ഇദ്ദേഹം വരുന്നത് സതീഷൊക്കെ വേണ്ടി പിന്നെ KC വരില്ല, പിന്നെ ശിവകുമാർ. ഇവരെല്ലാം മോർ ദാൻ 60 years, 65-70 വയസ്സൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സതീഷിന് മാത്രം പ്രായം കുറവുള്ളൂ. അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ചോദിക്കണം. അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മുരളിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്താണ് മുരളിക്ക് കൊടുക്കാൻ നിർബന്ധം? കർണാടക മകൻ എന്നിൽ കഴിഞ്ഞാൽ മുരളിക്ക് എന്താ പ്രത്യേകമുള്ളത്? അത് സവർണ്ണ വിഭാഗമാണ്, കൊടുക്കണം. ഇതിനർത്ഥം യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത്. യാതൊരു മാറ്റം ഉണ്ടാവില്ല. മാറ്റമില്ലാത്ത വസ്തു ലോകത്ത് മാറ്റം മാത്രമാണ്. പക്ഷെ ഇവിടെ മാറ്റമില്ല. ആ പഴയ പാരമ്പര്യം പഴയ കാരണവന്മാർക്ക്. ഞാനല്ലേ VRM ഷഫീഖിന് സീറ്റ് കൊടുക്കാതെ ഈ കോൺഗ്രസ് പറഞ്ഞ കടന്നു. ആ പടുവൃദ്ധന് 10-75 വയസ്സുള്ള വർക്കല കഹാറിന് കൊടുത്തത്. എന്താണ് വർക്കല കഹാറിൻ്റെ അത്ര പണമല്ല ഈ ചക്ക്.
വർക്കലക്കാരോട് തീക്കാൻ പ്രയാസമാണ്. അവിടെ ഈ ഈഴവരും മുസ്ലിം തമ്മിൽ ഭയങ്കര പോലത്തെ വർക്കലയിൽ. കൊല്ലം ജില്ലയിൽ മറ്റേ ഇതുണ്ട്, പണ്ടിയാമല്ലേ പത്മനാഭൻ നിൽക്കും, പിന്നെ ഇയാൾ നിൽക്കും, മുസ്ലിം ലീഗിൻ്റെ തോൽപ്പിക്കും. കാരണം അവിടെ കുറേ തോമാർ കാക്കന്മാർ കൊട്ടിയില്ല, കാക്കന്മാർ കുറച്ച് തോന്നില്ല, പരസ്പരം കാല് വരും. അതിന് മാറ്റം വന്നത് മന്ത്രി KP മജീദിനെ കൊണ്ടുവന്ന് കൊല്ലത്ത് നിർത്തി. പക്ഷേ യൂനുസ് കുഞ്ഞിനെ മലപ്പുറത്ത് കൊണ്ട് നിർത്തി. അപ്പോൾ രണ്ടും ജയിച്ചു, അവിടെ പത്മകുമാറും ജയിച്ചു. അതാണ് അവർ അങ്ങനെ സിസ്റ്റം ഉണ്ട്, നേരത്തെ ഉള്ളതാണ്. അത് പറ്റുന്ന മാറ്റാൻ പറ്റില്ല. അപ്പോൾ വർക്കലക്കാർ അവിടെ ഇത്തവണ ജയിക്കുന്നത് ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്നാലും BRM ഷെഫീഖിനെ പോലും മിടുക്കനായ ചെറുപ്പക്കാരനാണ്. പക്ഷെ കൊടുക്കില്ല, സതീഷിന് കൊടുക്കില്ല, പിന്നെ ഇയാൾ കൊടുക്കില്ല, നമ്മുടെ ഷാഫി കൊടുക്കില്ല. കാരണം അവരോട് ഒപ്പം വന്നാലും പേടിയുണ്ട്. ഈ ഷാഫി ആണെങ്കിലും സതീഷ് ആണെങ്കിലും തന്നോട് അടുത്ത് വരാൻ സമ്മതിക്കുക. അതിന് കുഞ്ഞാക്കേ സമ്മതിക്കും, തന്നോട് അടുത്ത് വരില്ല. ഞാൻ കുഞ്ഞാക്ക ഇബ്രാഹിമിന് ചാൻസ് കൊടുത്ത സമയത്ത് എന്താണ് പിന്നെ അഹമ്മദ് കബീർ കൊടുക്കായിരുന്നു, അതുപോലെ KT ജലീൽ കൊടുക്കായിരുന്നു. ഇല്ല, അതൊക്കെ ഒപ്പം വരും. ഒപ്പം വരാൻ പാടില്ല, ഒപ്പം വരാനുള്ള സാധ്യത ഉണ്ടാക്കില്ല. ഇബ്രാഹിം കുഞ്ഞ് പാവാണ്, സാധാരണ 10ാം ക്ലാസ്സുകാരൻ എന്ത് ചെയ്യും, ആ പുള്ളി അതുകൊണ്ട് പുള്ളി കൊടുത്ത് പുള്ളി മരിച്ചും പോയില്ലോ. അതുവരെ ഇപ്പോൾ ഇവർ കാണുന്നത്. എനിക്ക് അടുത്ത് വരില്ല, സതീഷ് അടുത്ത് വരില്ല. സതീഷ് വെച്ച് കുറച്ച് സതീഷ് ജൂനിയർ ആൾക്ക് വായിക്കില്ല വെച്ചത്. അതാണ് അൻവറൊക്കെ വന്നപ്പോൾ ഇച്ചിരി പിടിച്ചു. അൻവർ അങ്ങനെ സതീഷിന് കീഴിൽ നിൽക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഈ കള്ളന്മാരായ നേതാക്കൾക്കെല്ലാം എല്ലാ പാർട്ടിയും, ഒരു പാർട്ടിയില്ല, അവരുടെ നിലനിൽപ്പും അവരുടെ അധികാരം അല്ലാതെ നാട് നന്നാക്കാനല്ല. നാട് നന്നാക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ വകുപ്പ് പോരാ എന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം ഏൽക്കാത്ത കള്ളന്മാർ വരുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിലുണ്ട്. ഇവിടെ ജനങ്ങൾ സേവിക്കണമെങ്കിൽ ഇതൊക്കെ വേണോ? മഹാത്മാഗാന്ധി ജനങ്ങളെ സേവിച്ച് മന്ത്രിയായിട്ട് MLA ആയിട്ട് MP പഞ്ചായത്ത് മെമ്പറായിട്ടാണോ? ഞാൻ എത്രയോ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തത് ഞാൻ ലിസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പാർട്ടി മുമ്പിൽ പോയിട്ടില്ല. കാരണം എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു. ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്, പിന്നെ പറയാൻ പറ്റില്ല, എത്രയോ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇവർക്കില്ല, അവരുടെ അധികാരം നിലനിർത്തും. ഇനി ഇത് മാത്രമല്ല, ഇനി 10 വർഷത്തേക്ക് സതീശൻ ഇതിന് ഒരു 20 വർഷത്തേക്ക് എന്നോടൊപ്പം ഒരാൾ വരാൻ പാടില്ല, ഒരു 25-30 വർഷത്തേക്ക് ഷാഫിയുടെ ഒപ്പം വരാൻ പാടില്ല. അങ്ങനെയാണ് ഷാഫിക്ക് മാറി. ഇപ്പോൾ അവിടെ മുസ്ലിം സീറ്റല്ലോ, അത് ഷാഫി വെച്ചോ? ഇല്ലല്ലോ. ഷാഫി വെച്ചത് എങ്ങാണ്ട് കിടന്ന് കൊട്ടാരക്കര എങ്ങോട്ട് കിടന്ന് ആയിരക്കൊണ്ട് വെച്ച്. അത് ഇപ്പോൾ വേറെ ഒരു വാര്യയിലത്ത കൊണ്ട് വെച്ച്. കാരണം സ്വന്തം സമുദായത്തെ വഹിക്കില്ല. അതാണ് ഈ കള്ളന്മാരൊക്കെ. മരിച്ചു TH മുസ്തഫ ആര്യാട് മുഹമ്മദ് കൊണ്ടുവന്നാലേ സ്വന്തം മകനെ കൊണ്ടുവന്ന്. പക്ഷെ മുസ്തഫ അതുപോലെ ചെയ്തില്ല. മുസ്തഫയുടെ മകനല്ലേ നമ്മുടെ സക്കീർ ഹുസൈൻ എന്താണ് പോരായിക? മുസ്തഫ സ്വന്തം വാപ്പായി വളർത്തിയില്ല, പാർട്ടി വളർത്തിയില്ല. അത് തേരെ വര നടക്കുന്നത്. ആ കൂടി വളർത്തിയത് പകുതി കാലം വരുമ്പോൾ മുനിസിപ്പൽ ചെയർമാനായി, പകുതി വേറെ ആളെ വെക്കി. ഇതൊക്കെയാണ് അവസ്ഥ. ദുഷ്ട മനസ്ഥിതിയാണ്. ഇങ്ങനെയൊക്കെ പോയാൽ ഇത് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമല്ലേ? നമുക്കിപ്പം ഇവിടെ അധികാരം, ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, പണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സേവനമായിരുന്നു, പൊതുജന സേവനം. അത് കഴിഞ്ഞ് ജീവിതമാർഗമായി പോട്ടെ, ജീവിക്കേണ്ട കുഴപ്പമില്ല. സേവനം നമുക്ക് കഴിഞ്ഞ് സമ്മതിക്കാം, ജീവിതമാർഗം സമ്മതിക്കാം, ജീവിക്കാൻ തൊഴിലായത്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാണ് സമ്പാദ്യം, മാത്രമല്ല കൊള്ള ചെയ്യാനുള്ള ഇതാണ്. സമ്പാദിക്കാതെ അത് സമ്പാദ്യം ഇപ്പോൾ കൊള്ള ചെയ്യാൻ വേണ്ടിയാണ്. ഈ കള്ളന്മാരിൽ എത്ര 1000 കോടി രൂപ കേരളത്തിലെ ഒരു രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യ മന്ത്രി മരിച്ചുപോയി. അദ്ദേഹം വീടിൻ്റെ ഭിത്തിക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ വെച്ച് ഭിത്തി പോസ്റ്റ് ചെയ്താണ്, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റും, നോട്ട് ചൂടി തരാൻ പറ്റുമോ? ഇവിടെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ. അത് ഒരു കള്ളൻ്റെ കാര്യം. അതുപോലെ ആയിരക്കണക്കിന് കള്ളന്മാർ മന്ത്രിമാരല്ലേ. എത്ര കോടി ഉണ്ടാക്കണവരൊക്കെ, എത്ര കോടി കട്ടെടുക്കണമല്ലേ, അല്ല ഉണ്ടാക്കാൻ പറ്റില്ല. നേരെ ഇവരുണ്ടാകാൻ പറ്റില്ല. നേരെ ഇവരൊരു ബിസിനസ് ചെയ്താൽ മാക്സിമം വന്നാൽ 10 അല്ലെങ്കിൽ 15% ലാഭം. അത് വീട്ടിൽ ആരും സംഭവിക്കില്ല. 10% കിട്ടിയാൽ അവർ ഒരു 10 കോടി കിട്ടിയാലും അത് ഒരു 15 ലക്ഷം 1.5 ലക്ഷം അത് കിട്ടുമ്പോൾ അത് ജീവിച്ചോ, ബാലൻസ്ഡ് ആവില്ല. ഇതല്ല, 10 കോടി കിട്ടി 100 കോടി ആക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി പറയാം. ഏതെങ്കിലും പ്രൊജക്റ്റ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഈ കള്ളന്മാർ, നമ്മൾ ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ഏത് കള്ളന്മാരും അവിടെ ചെന്നിട്ട് ആ സ്ഥലം മുഴുവൻ അവർ വാങ്ങിക്കും. 100 രൂപയ്ക്ക് വാങ്ങിക്കും, പാടം പോലെ സ്ഥലം. അടുത്തൊരു കുന്ന് വാങ്ങിക്കും 1000 രൂപ കൊടുത്ത്. എന്നിട്ട് ആ കുന്നുകൾ മറിക്കും. അപ്പോൾ 100 ഏക്കർ. ഇപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ കാക്കാടുള്ള ഇൻഫോ പാർക്കിൽ ഇരിക്കുന്നത് പാടമായിരുന്നു. അപ്പുറത്ത് കുന്ന് വാങ്ങിച്ച് ഒരു ബിസിനസ്സുകാരൻ, ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് നിർത്തിയിട്ട് 1 ലക്ഷം രൂപക്കാണ് വിറ്റത്.
100 കൊടുത്ത് വാങ്ങിച്ച പാടവും 1000 കൊടുത്ത് വാങ്ങിച്ച് പിന്നെ മലയും. അപ്പോൾ ഇത് 1100 /2 എന്ന് വെച്ചാൽ 550 രൂപ ആവറേജ്. 550 കൊടുത്ത് വാങ്ങിച്ച സ്ഥലം വിറ്റ് 1 ലക്ഷം രൂപ പെർ സെൻറ്റിന് 94,500 രൂപ, 4,050 രൂപ. 95,000 രൂപ ലാഭം 1 സെൻറ്റ്. 100 ഏക്കർ എത്ര കൂടി വന്നു നിൽക്കണം കൂട്ട്. അങ്ങനെയാണ് ഇതൊന്നും. അതിലെല്ലാം മന്ത്രിമാരുണ്ട്, ആ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അങ്ങനെ പങ്കിട്ട് കള്ളത്തരം കാണിച്ച് അത് ഉണ്ടാക്കിയാണ് ഈ അവരെല്ലാം. ഈ മുരളീധരനായാലും മറ്റേത് ആളാണെങ്കിലും എത്ര കോടിയുണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല. ഇവിടെയൊക്കെ ഭൂമിയുടെ പോലും അറിയില്ല. അങ്ങനെ വാങ്ങിച്ച കുട്ടിയൊക്കെയാണ്. പിന്നെ അവർക്ക് എന്താ ഇനിയിപ്പോൾ അധികാരം മരിക്കുള്ള അധികാരം വേണം. അതെന്ത് ന്യായമാണെന്നാണ് ചോദിക്കുന്നത്. ഈ 20-30 വർഷം നിന്നൊക്കെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൊടിക്കുന്നതിൽ പറയാണ് ഞാൻ സ്വീകരിക്കാൽ. എടോ കൊടിക്കുന്നതിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് അവൻ ചെയ്തെനിക്കറിയാം. കൊടിക്കുന്ന വ്യക്തിയാണ് ചോദിക്കാണ്. എടോ നിങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യം കിട്ടി? നിങ്ങളുടെ ഒപ്പം പ്രവർത്തിച്ച് 30-40 വർഷം പ്രവർത്തിച്ചിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത എത്രയോ അണികൾ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അവർക്കാണ് നിങ്ങൾ പറയാത്തതാ. നിങ്ങളുടെ സമുദായം ജാതി കോട്ടയം കിട്ടുകയാണെങ്കിൽ, പുലേനെ കോട്ടയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പുലേനെ കയറ്റാൻ നോക്കിയോ? ഇത്രയും കാലത്തിടക്ക് പുലർക്ക് എന്തും ചെയ്തോ? നിങ്ങൾ സഭയുടെ ആളാണ്, പുലേനല്ല. അത് അട്ടിപ്പെടുന്നൊക്കെ കേസൊക്കെ ഉണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. എന്നിട്ട് എനിക്ക് മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞ് പറയിപ്പിക്കണം. ഞാൻ ഇത്ര പാരമ്പര്യത്തോട് ഇന്ന് ചെയ്തൊക്കേണ്ടത്. നിങ്ങളുടെ കൂടെ ഞാൻ എടുത്തു പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞിട്ടാണ്, നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചാൽ 30-40 വർഷം പ്രവർത്തിച്ച 1000-10,000 കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ 60-40 വർഷമായിട്ട് നിങ്ങൾ അധികാരം നിൽക്കല്ലേ? എത്ര കോടി ഉണ്ടായി കാണും അറിയാമല്ലോ. എന്നിട്ടും അതിന് മുഖ്യമന്ത്രിയായിട്ട് മരിക്കണം. കാരണം അവരുടെ പ്രാർത്ഥനയിൽ അസംബ്ലി കിടന്ന് മരിക്കണം. അത് നടന്നില്ല. അപ്പോൾ പലർക്കും ഉണ്ട് അസംബ്ലി കിടന്ന് മരിക്കണം, പാർലമെൻറ്റിൽ കിടന്ന് മരിക്കണതൊക്കെ. അല്ലെങ്കിൽ സിനിമാക്കാരൊക്കെ ആണെങ്കിൽ ഷൂട്ട് ചെയ്തിരിക്കാനും മരിക്കണം. അതൊക്കെ നല്ല സ്വഭാവമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും BJP ആയാലും ഏത് നെറികെട്ട രാഷ്ട്രീയക്കാരാണെങ്കിലും നിങ്ങൾ ഈ അവസാനത്തെ ഈ സമ്പാദ്യം മാറ്റിവെച്ച് പാവപ്പെട്ടവർ, നമ്മൾ സ്വിസ് ബാങ്കിൽ ഇന്ത്യയിൽ എത്രായിരം കോടി രൂപ കിടപ്പുണ്ട്. അത് എടുത്ത് കൊടുക്കാനും പറ്റില്ല, അത് ഒന്നും ചെയ്യാനും പറ്റില്ല. അത് ഇവിടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വഴിയാൽ ജനലക്ഷങ്ങൾ ജനകോടികൾ. ഇന്നൊരു കൊച്ചി 8 വയസ്സുള്ള കുട്ടി പാമ്പ് പിടിച്ച് മരിച്ചിട്ടുണ്ട്. അവൻ പാമ്പിൻ്റെ അടുത്ത് പോയതല്ല, പാമ്പ് അവൻ്റെ അടുത്ത് വന്നതാണ്. കാരണം ഒരു മലയുടെ ഇടുക്കിൽ ഒരു ചെറിയ ഷീറ്റ് ഇട്ട് താമസിക്കണം പലവരും, ഇടിമിന്നലേറ്റും മറ്റൊക്കെ കേട്ടും. എന്താ കാരണം അവർക്ക് ജീവിക്കാൻ സൗകര്യമില്ല. മറ്റുള്ളവർക്ക് മണിവാളിയിൽ താമസിച്ച് AC റൂമിൽ താമസിക്കുകയാണ്. ഒരു ഈച്ച പോലും കടുക്കില്ല. പിന്നെ അവരെന്ത് പഠിക്കാനുള്ളത്? ഇതൊക്കെ മാറ്റിവെച്ചില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലെടുക്കുന്ന കാലം അധികം വിദൂരമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായിരുന്നു. ജയ് ഹിന്ദ്.